ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരുപാട് നല്ല ടിപ്സുകളായിട്ടാണ് വന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് കറണ്ട് ബില്ല് ഒന്നും കൂടാതെ തന്നെ നമുക്ക് AC പോലെ വീട് മുഴുവനും തണുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ വീടിന്റെ പരിസരത്തെല്ലാം കാണുന്ന ഒന്നാണ് നന്നാരി ചെടി. ഈ നന്നാരി ചെടി നിങ്ങൾ അത് വേരോട് കൂടി പറിച്ചെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടി മരുന്ന് കടയിലൊക്കെ കിട്ടുന്നതാണ്. നന്നാരിയുടെ വേര് ചോദിച്ചാൽ കിട്ടും. അത് നമുക്കൊരു 20-30 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒന്നാണ്. അപ്പൊ അത് അതിന്റെ തണ്ടും വേരെല്ലാം കൂടി ഉൾപ്പെട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിലുള്ള മണ്ണും പൊടി അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഉണക്കൊന്നും വേണ്ട കേട്ടോ. ഇത് അങ്ങനെ ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഏകദേശം ഞാൻ ഈ ഒരു എടുത്ത പാത്രത്തിന് 3/4 എന്ന അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പൊ നമ്മൾ തിളച്ച് അതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നന്നാരി എല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് എപ്പോഴും നന്നാരി വാങ്ങിയിട്ട് നന്നാരി സർബത്ത് ഉണ്ടാക്കി കുടിക്കാറുണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാല് എസൻസും അതേമാതിരി പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ നന്നാരിയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് അരിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷമാണ് അത് അരിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഞാൻ ഒരുപാട് പഞ്ചസാരയൊന്നും ആദ്യമേ ചേർത്തുന്നില്ല. മധുരം കൂടുതൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് കുറച്ച് ചേർത്ത്. ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ കളർ കണ്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നന്നാരി സർബത്ത് എന്ന് വെച്ചാൽ അതിൽ മുഴുവനായിട്ടും പഞ്ചസാര മാത്രമാണ്, പിന്നെ നന്നാരിന്റെ എസൻസും ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ തൊടികളിലെല്ലാം കാണുന്ന ആ ചെടി ഒന്ന് പറിച്ചെടുത്ത് അതിന്റെ ചെറിയ തണ്ട് വരെ നമുക്ക് എടുക്കാം കേട്ടോ. അതിന്റെ ഇല മാത്രം ഒഴിവാക്കിയിട്ട് അതിന്റെ വേരും തണ്ടൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഇതുപോലെ തിളപ്പിക്കാം. എന്നിട്ട് നമ്മൾ പഞ്ചസാര ഇപ്പം ചേർത്തി കൊടുത്തില്ലേ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഈ ഒരു സ്റ്റവിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏകദേശം നന്നായിട്ട് ആ നന്നാരിയുടെ എസൻസിലേക്ക് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് സർബത്ത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഞാൻ അല്പം ലെമൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നന്നാരി എസൻസ് ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ സോഡയാണ് ചേർത്തി കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന അതേ ടേസ്റ്റാണ്. മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കൂ. വാഴയ്ക്കും വാഴയിലേക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും അതേപോലെ തന്നെ മറ്റു പല ഉപയോഗങ്ങളും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും വാഴയില കൊണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള ഇലയട ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഞാനിതാ ഒരു പീസ് ഇല എടുത്തിട്ട് ഇതുപോലെ ഇലയട ഉണ്ടാക്കുകയാണ്. സാധാരണ നമ്മളിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലൊക്കെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ അത്തരം പാത്രങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുക്കുന്നത് വെച്ചാൽ ചെറിയൊരു പാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ വാഴയുടെ തണ്ടാണ്. ഞാൻ വാഴയുടെ ഇലയിൽ സൈഡിലുണ്ടാകുന്ന ആ തണ്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ആ വാഴയുടെ നീളത്തിലുള്ള തണ്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഒരു ചെറിയ പാത്രമാണെങ്കിൽ ആ പാത്രത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാത്രത്തിൻ്റെ ഞാൻ ചെറിയ കനമില്ലാത്ത സ്റ്റീൽ പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ആ വാഴയുടെ തണ്ടൊക്കെ ഒന്ന് മടക്കി മടക്കി അടിയിൽ നിന്ന് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അട വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയുടെ എല്ലാം അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടപ്പും അടച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ സ്റ്റീമറിലെല്ലാം വേവിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എടുക്കുന്ന കുക്കിംഗ് ടൈമിനെക്കാട്ടിലും വളരെ കുറച്ച് സമയം മാത്രമേ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇനി കുക്ക് ചെയ്യുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മറ്റൊരു ടിപ്സ് അത് നോക്കാം. നമ്മൾ തണ്ണിമത്തനൊക്കെ ഇപ്പോൾ ഒരുപാട് വാങ്ങി കഴിക്കുന്നൊരു സമയമാണ്. നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന സമയത്ത് അത് കേട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ടേസ്റ്റിൽ ഒന്ന് മാറ്റം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വാഴയിൽ ഒന്ന് പൊതിയുക. അത് അഴുകി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വാഴയുടെ നാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടിരിക്കും. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് ഒരു കോട്ടന്റെ തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അതിന്റെ ഈർപ്പെല്ലാം ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വാഴയിലയിൽ കമിഴ്ത്തി കൊടുക്കുക. ആ ഇലയിലായിരിക്കണം അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വരേണ്ടത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വാഴനാര് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വാഴയില നമുക്ക് ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാടാതെ ഇല മഞ്ഞ കളറാവാതെ നമുക്ക് സൂക്ഷിക്കുന്നതിനുള്ള ചെറിയൊരു ടിപ്സ് ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ഇല്ലെങ്കിലും ഇത് ഒരാഴ്ച വരെ ഒരു കേടും കൂടാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഒരു കോട്ടന്റെ തുണി വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ കൂടുതലായിട്ടുള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞ് ഒരു ഈർപ്പം മാത്രം ഉണ്ടാവണം. എന്നിട്ട് ഇതുപോലെ അത് നന്നായിട്ട് നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഇല റോൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരാഴ്ച വരെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി ഒന്ന് വല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഫുഡെല്ലാം ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാറും കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്ന് ഈ ഒരു ഇല വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്നത്. ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഇതേപോലെ സ്നാക്സ് ഒക്കെ പൊതിയാവുന്നതാണ്. ഞാൻ ചോറാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് മാത്രം. രണ്ട് ഇലകൾ ഇതുപോലെ ക്രോസ് ആയി വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും താഴ് ഭാഗത്തുള്ള ഇല മുകളിലേക്ക് മടക്കി കൊടുക്കുക. ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതൊരു പോക്കറ്റ് രൂപത്തിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലേക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. സേഫ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ പുറത്തേക്ക് ഒരു തരി പോലും പോവില്ല. അപ്പൊ ഇനി നിങ്ങൾ ഇതുപോലെ സ്നാക്സോ അല്ലെങ്കിൽ ഫുഡൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കൂ. നമുക്ക് പേപ്പർ ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഇല മാത്രം ഉപയോഗിച്ചുകൊണ്ട് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ ലഞ്ചിന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിലൊന്ന് നിങ്ങൾ ചോറ് പൊതിഞ്ഞു നോക്കൂട്ടോ. ചോറ് എടുക്കുന്നുണ്ട്, ഒരു വലിയ ഇലയാണ് കേട്ടോ. അത് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ മടക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ആദ്യം വെറും റൈസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മളിത് ചോറ് കവറായി കഴിഞ്ഞു. ഇനി കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നുണ്ടല്ലോ ഇലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇതുപോലെ നമുക്ക് വേണ്ട ഉപ്പേരിയോ അതിന്റെ സൈഡ് ഡിഷുകളൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിനൊന്നുകൂടി ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ റൈസും അതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള സൈഡ് ഡിഷുകളൊന്നും തമ്മിൽ ഒട്ടാതെ മിക്സ് ആവാണ്ട് നമുക്ക് ഇത് ഒതുങ്ങിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് നിങ്ങളിന്ന് ചോറ് പൊതിയുന്ന സമയത്ത് ചെയ്തു നോക്കൂ. വാഴയില മാത്രമല്ല, നമ്മൾ വാഴയിലന്റെ തണ്ട് കൊണ്ടും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ലിൽ എണ്ണ പുരട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ തണ്ട്. അപ്പൊ ഞാൻ ഈ തണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിന് മുഴുവനായിട്ട് തണുപ്പിക്കാനായിട്ട് ഒരു റൂമിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ റൂം മുഴുവനായിട്ട് തണുത്ത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഫാൻ ഉപയോഗിച്ചാലും നമുക്ക് AC ഉപയോഗിക്കുന്ന അതേ ഫീൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തുള്ള പീസുകളെല്ലാം ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ടൈറ്റ് ആയി നിൽക്കുന്ന രീതിയിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ തണ്ടിൽ ഒരുപാട് ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട്. ആ ഗ്യാപ്പിലെല്ലാം തന്നെ വെള്ളം പോയി നിറഞ്ഞ് അതാണ് നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. നന്നായിട്ട് ഐസ് ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും അതായത് ഐസൊന്നും ഈ ഒരു വാഴത്തണ്ടിന്റെ പുറത്തിലില്ല കേട്ടോ. എല്ലാം ആ വാഴത്തണ്ടിന്റെ ഉള്ളിലാണ് വെള്ളം നിൽക്കുന്നത്. അതാണ് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ ഐസ് ആക്കി എടുത്ത കണ്ടോ. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എവിടെയും നമുക്ക് അധികം വെള്ളം നിൽക്കുന്നത് കാണില്ല. എല്ലാം തന്നെ ആ ഒരു വാഴന്റെ തണ്ടിന്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പൊ വാഴത്തണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് നല്ലൊരു തണുത്തൊരു ഫീലാണ് നമുക്ക് എപ്പോഴും വാഴത്തണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ ഇതുപോലെ വെള്ളം നിറച്ച് ഐസാക്കി എടുത്തതാണ്. ഇത് മാത്രം മതി നമ്മുടെ വീടിന് മുഴുവനും തണുപ്പിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഫാനിലേക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ബോട്ടിലിന് നമ്മൾ ഈ ഒരു ഫാനിലേക്ക് ഫിക്സ് ചെയ്യുന്നത് ഇതുപോലെ കേബിൾ ടൈ ഉപയോഗിച്ചുകൊണ്ടാണ്. കേബിൾ ടൈ ആകുമ്പോൾ നമുക്ക് എത്ര വലിച്ചാലും എത്ര വെയിറ്റ് വന്നാലും അത് പൊട്ടിപ്പോരുകയോ ഒന്നും ചെയ്യില്ല. ഇതുപോലെ കേബിൾ ടൈ 2 സൈഡിലും ഓരോ ബോട്ടിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബോട്ടിലും വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഐസാക്കി വെച്ചുള്ള വാഴത്തണ്ട് ഇതുപോലെ അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിൽ നിന്ന് വരുന്ന കാറ്റ് ആ ഒരു ബോട്ടിലിന്റെ ആ ചെറിയ ഹോൾസിലൂടെ നമുക്ക്
പുറത്തേക്ക് വരുന്ന കാറ്റ് നല്ല രീതിയിൽ തണുപ്പായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിലുള്ള ആ ഐസ് വെള്ളമായി കഴിഞ്ഞാലും ആ വാഴത്തണ്ട് നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് പുറത്തേക്ക് വരുന്ന കാറ്റ് നല്ല രീതിയിൽ തണുപ്പായിരിക്കും. രാത്രി മുഴുവനായിട്ട് നമുക്ക് റൂമിനെ തണുപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ നമുക്ക് ഇനി മറ്റൊന്നും കൂടി ചെയ്യാവുന്നതാണ്. ഒരു പ്ലേറ്റ് മുഴുവനായിട്ട് ഞാൻ ഐസും അതേപോലെ തന്നെ ഐസ് വാട്ടറുമാണ്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ആ ഒരു വാഴയുടെ തണ്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പൊ വാഴത്തണ്ട് നല്ല രീതിയിൽ അതിന്റെ ചെറിയ ചെറിയ ഹോൾസിലെല്ലാം തണുത്ത വെള്ളം കയറിയിട്ട് നന്നായിട്ട് തണുപ്പായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ അത് നമ്മൾ ഫാനിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല, ഫുൾ AC ആയിരിക്കും റൂം. ഇതുപോലെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.